ഹായ് ഫ്രണ്ട്സ്, കാൽവിൻ പെർഫ്യൂംസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 3 പെർഫ്യൂംസ് ആണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഔട്ട്സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമിനെ പറ്റിയാണ്. ഇന്ന് അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഊത് പെർഫ്യൂംസ് ആണ്. ആദ്യത്തെ പെർഫ്യൂം ടോം ഫോർഡിൻ്റെ ഊത് വുഡ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. നോർമലി എല്ലാ റിവ്യൂസും ഒക്കെ എടുത്തത് ഞാൻ പഴയതൊക്കെ നോക്കുമ്പോഴത്തേക്കും പലരും ചെയ്തേക്കണം നോക്കുമ്പോഴത്തേക്കും ഈ ടോം ഫോർഡിന്റെ ഊത് വുഡ് എന്ന് പറയുന്ന ഒരു നീഷ് പെർഫ്യൂം ആയിട്ടാണ് ആക്ച്വലി എല്ലാവരും അവതരിപ്പിച്ചേക്കണത്. അത് ആക്ച്വലി ഒരു നീഷ് പെർഫ്യൂം അല്ല കേട്ടോ. ടോം ഫോർഡ് കമ്പനിക്ക് പല ബിസിനസ്സുകൾ വേറെ ഉണ്ട്, പെർഫ്യൂം അല്ലാതെയും വേറെ ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ടൊരു നീഷ് പെർഫ്യൂം ഒന്നും അല്ല അത്. ആക്ച്വലി അതൊരു അവരുടെ ഒരു മെയിൻ പെർഫ്യൂമാണ്. എന്താ പറയുക, അവരുടെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം ടോം ഫോർഡിന്റെ ഊത് വുഡ്. ആക്ച്വലി അതൊരു ടീനേജ് പെർഫ്യൂം. ഊത് ലവേഴ്സിന് പറ്റുന്നൊരു പെർഫ്യൂമാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ടീനേജ് ഊത് പെർഫ്യൂമൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ, മീൻസ് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ടോം ഫോർഡിന്റെ ഊത് വുഡ് എന്ന് പറയുന്നത്. നമുക്കൊരു ഓഫീസ് പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാം. ഇത് പ്യുവർ ഊത് അല്ല, അതുകൊണ്ടാണ് ഞാനത് ഊത് എൻട്രി ലെവൽ പെർഫ്യൂം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം. അതിൻ്റെ അകത്ത് പല ഗ്രേഡിയൻസ് ഉണ്ട്. വാനില ഉണ്ട്, പച്ചോലി ഉണ്ട്, സ്പൈസ് ഉണ്ട്, അങ്ങനെയുള്ള പല പല ഇതുണ്ട്. ഊതിൻ്റെ ഒരു തിക്ക് സ്മെല്ലൊന്നും അതിനകത്ത് കിട്ടില്ല. ഊതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഊതിൻ്റെ ഒരു തിക്ക് സ്മെല്ല് കിട്ടില്ല. നമുക്കത് ഒരു ചെറിയ ചോക്ലേറ്റ് സ്വീറ്റ് ഒക്കെ അതിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊരു യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ഓഫീസ് പർപ്പസിൽ ഉപയോഗിക്കാം, നന്നായിട്ട് ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ഇത് പുറത്തും യൂസ് ചെയ്യാം, കാരണം ഊതിൻ്റെ ഒരു ടച്ച് ഉള്ളത് കൊണ്ട് അതിൻ്റെ ലാസ്റ്റിങ് നല്ലോണം കിട്ടും. അതുകൊണ്ട് പുറത്തും നമുക്കത് ഉപയോഗിക്കാം. രണ്ടാമത്തെ പെർഫ്യൂം ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഗുച്ചിയുടെ ഊത് പെർഫ്യൂമാണ്. നമ്മൾ ആദ്യം ടോം ഫോർഡ് പറഞ്ഞു, അതിനേക്കായി ഒരു അല്പവും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതും ഒരു പ്യുവർ ഊത് പെർഫ്യൂം എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ അകത്ത് റാസ്ബെറി, പിയർ, സഫ്രോണ്, തിക്കായിട്ടുള്ള റോസ്, അങ്ങനെയുള്ള എല്ലാ സ്മെല്ലുകളും നമുക്ക് അതിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്ത് വരും. ഊതിൻ്റെ മാത്രമുള്ള ഒരു സ്മെല്ലല്ല ഇതിൻ്റെ അകത്ത് വരിക. അതും നമുക്കൊരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. വളരെ ഊതിൻ്റെ ഒരു തിക്ക് സ്മെല്ലും മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്ന ഒരു പെർഫ്യൂം അല്ല. നല്ല ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ, ഈ പെർഫ്യൂമിന് നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ഇത് നമുക്കൊരു യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ പെർഫ്യൂമാണ് റിയലി ഊത് പെർഫ്യൂം എന്ന് പറയുന്നത്. ഗുച്ചിയുടെ തന്നെ ഇന്റൻസ് ഊത്. ഞാൻ കുറേ റിവ്യൂസ് വായിച്ചപ്പോഴത്തേക്കും അതിൽ പലരും പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ ഒറിജിനൽ റിയൽ ഊത് ഉണ്ടല്ലോ, അഗർവുഡ്, ആ അഗർവുഡിന്റെ ഒരു സാമ്യം ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഗുച്ചിയുടെ ഇന്റൻസ് ഊത് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. നമുക്ക് അതിനകത്ത് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഊതിന്റെ മണം തന്നെയായിരിക്കും എപ്പോഴും മുമ്പിലേക്ക് നിൽക്കുക. ഊത് ലവേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ് ഗുച്ചിയുടെ ഇന്റൻസ് ഊത്. ഈ മൂന്ന് പെർഫ്യൂമിൻ്റെയും ഇൻസ്പയർഡ് വെർഷൻ നമ്മൾ ഇവിടെ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. ഈ പെർഫ്യൂംസ് മാത്രമല്ല കേട്ടോ, എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റലോഗ് തന്നെ അതിൻ്റെ അകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 1000 പെർഫ്യൂമിനടുത്ത് തന്നെ നമുക്കുണ്ട്. അതിൻ്റെ അകത്ത് ഇൻസ്പയർഡ് വെർഷൻസ് എല്ലാം ഒരു 1000 പെർഫ്യൂംസോളം നമുക്കുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.